ഒരു വലിയൊരു ആരവം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. കാരണം അതിൻ്റെതായിട്ടുള്ള ചെറിയ ക്ഷീണങ്ങളൊക്കെ ബോഡിയിലുണ്ട്. സോ എന്തായാലും ഒരുപാട് സന്തോഷം ഈ ഒരു പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിൽ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് ടു വൺസ് അഗെയിൻ SBG. കാരണം ഇന്നൊരു അവസരം എനിക്ക് തന്നതിൽ ഏറ്റവും കൂടുതൽ സന്തുഷ്ടനാണ്. നിങ്ങളൊക്കെ ഇന്നീ ഒരു സുപ്രഭാതത്തിൽ ഒരുപാട് എക്സൈറ്റ്മെന്റോട് കൂടിയിട്ട് പല ന്യൂസുകളും പല സെഷൻസും അല്ലെങ്കിൽ പല മെസ്സേജുകളും കേൾക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്ത് നിങ്ങളിലേക്ക് എനിക്ക് സ്ലൈഡോ മറ്റു കാര്യങ്ങളോ എനിക്ക് ഇന്ന് നൽകാനില്ല എങ്കിലും കൂടി വളരെ സമ്പുഷ്ടമായിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കൽപ്പിക്കേണ്ട ഒരു 3 കാര്യത്തെ കുറിച്ച്, അത് നമുക്ക് ചെറിയൊരു ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഫണ്ടമെന്റൽസ് ഓഫ് സക്സസ് എന്ന് പറയാൻ പറ്റും. വിജയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് വിളിക്കാം. ഫണ്ടമെന്റൽസ് എന്ന് പറയുന്നത് അടിസ്ഥാന ഘടകം ഓഫ് സക്സസ്, സക്സസിന്റെ അടിസ്ഥാന ഘടകങ്ങളെ കുറിച്ച് ജസ്റ്റ് ഞാൻ പറഞ്ഞു തരാം. 3 കാര്യങ്ങളാണ് ഇന്ന് സക്സസിന്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് നമ്മൾ എണ്ണിയിട്ടുള്ളത്. സോ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ട കുറച്ച് മെസ്സേജുകളാണ് നിങ്ങൾ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, സക്സസ് നമുക്ക് ജീവിതത്തിൽ എല്ലാ ആളുകളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങളൊക്കെ വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു പൊൻപുലരിയിൽ നിങ്ങൾ ലീഡറോ നിങ്ങൾ അപ്ലയൻസോ വിളിച്ചുകൊണ്ട് ഇന്ന് ഈ ഒരു സുപ്രഭാതത്തിൽ ഇത്തരം സെഷനൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിജയത്തിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടി ഒരു ഊർജ്ജത്തോട് കൂടിയിട്ട് ഈ ബിസിനസ്സിലൂടെ ജയിക്കാൻ സാധിക്കും. കാരണം ഇന്ന് വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട് സക്സസ് ഗ്ലോബൽ, അതുപോലെ തന്നെ മൈ ലൈഫ് സ്റ്റൈൽ മാർക്കറ്റ് എന്ന കമ്പനി. അതേ സമയത്ത് നമ്മളൊക്കെ അറിഞ്ഞോ അറിയാതെയോ മുൻജന്മത്തിൽ ചെയ്ത എന്തൊക്കെയോ ഗുണം കാരണത്താൽ ഇത്തരം അവസരത്തിൽ എത്തിയത് വളരെ സന്തുഷ്ടമാണ്. സീരിയസ്ലി മനസ്സിലാക്കേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് ഒരു സക്സസിന് വേണ്ടി ചെയ്യേണ്ട മർമ്മപ്രധാനമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത്, സക്സസ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യ മതത്തിൽ വേണ്ടത് ബിലീഫാണ്, വിശ്വാസമാണ്. എന്തൊക്കെ തരത്തിൽ വിശ്വാസമാണ് വേണ്ടത്? നമുക്കറിയാൻ പറ്റും, വിശ്വാസം പലതരത്തിലാണ്. നമ്മൾ ഒരുപാട് ആളുകൾ ഇന്ന് ഓരോ കാര്യങ്ങളും വിശ്വസിക്കുന്നുണ്ട്. നമ്മൾ ഓരോ മതസ്ഥരും ഓരോ മതങ്ങളിലും ഓരോ കാര്യത്തിലും വിശ്വസിക്കുന്നു. എല്ലാവരും വിശ്വസിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതേ സമയത്ത് ഈ ബിസിനസ്സിൽ നമ്മൾ വിശ്വാസം എന്തിലൊക്കെയാണ് അർപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് ജസ്റ്റ് ഇവിടെ ചർച്ച ചെയ്യണത്. അതിലാദ്യമായിട്ട് പറയുന്നത്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അറിവും വിശ്വാസവും നിങ്ങൾക്ക് നിർബന്ധമാണ് ഈ ബിസിനസ് ജയിക്കണമെങ്കിൽ. എങ്ങനെയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ചുള്ള അറിവ് കിട്ടുന്നത്? എങ്ങനെയാണ് അറിവിലൂടെ നമുക്ക് വിശ്വാസം വരുന്നത്? അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ ജസ്റ്റ് പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കുന്നുണ്ടാവും. സോ ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് അറിവ് കിട്ടണമെങ്കിൽ നമ്മുടെ അറിവുള്ള ഒരുപാട് ലീഡേഴ്സ്, അപ്ലൈ ലീഡേഴ്സ് നമുക്കുണ്ട്. അവരൊക്കെ പങ്കെടുക്കുന്ന ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് കഴിഞ്ഞു പോകുന്നുണ്ട്. GTSകളുണ്ട്, വീക്ക്ലി ഫംഗ്ഷൻസ് ഉണ്ട്. അതേ സമയത്ത് ഇത്തരം മോർണിംഗ് സെഷൻസുകളുണ്ട്. അതേ സമയത്ത് നമുക്കറിയാൻ പറ്റും NDO പ്രോഗ്രാമുകൾ തുടങ്ങി പല രീതിയിലുള്ള ഒരുപാട് ഫംഗ്ഷൻസ് നമുക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന, അതിനെ കുറിച്ച് അറിവ് നേടാൻ പറ്റുന്ന ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. അതേ സമയത്ത് നമുക്കറിയാൻ പറ്റും, ഇന്ന് നമുക്ക് 5 ഫിംഗേഴ്സ് മെത്തേഡിൽ ഇന്ന് സക്സസ് ഗ്ലോബലിന്റെ ഏറ്റവും മൂല്യമായിട്ടുള്ള ലീഡർഷിപ്പിന്റെ സിസ്റ്റത്തിൽ പെടുന്നതാണ് 5 ഫിംഗേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിലെ പല കാര്യങ്ങളും അതിലൊന്നാണ് ഫംഗ്ഷൻസ് എങ്കിൽ മറ്റൊരു കാര്യമാണ് ബുക്ക് റീഡിങ്. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുന്ന ഒരുപാട് ബുക്കുകളുണ്ട്. നമുക്ക് ലീഡേഴ്സിന്റെ സജഷനോട് കൂടിയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരുപാട് പല തരത്തിലുള്ള ബുക്കുകൾ നമുക്ക് അവൈലബിൾ ആണ്. അതിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടാൻ പറ്റും. അതേ സമയത്ത് തന്നെ മറ്റു വീഡിയോസുകൾ നമുക്കറിയാം, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലൂടെ വളർന്നു വന്ന ഒരുപാട് ലീഡേഴ്സിന്റെ കീ ലീഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുടെ വീഡിയോസ്, അവർ ഈ ബിസിനസിനെ കുറിച്ചും ഈ ഇൻഡസ്ട്രിയെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് അഗ്രഗണ്യരായിട്ടുള്ള സംസാരിക്കുന്ന ഒരുപാട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുകൊണ്ട് അതിലൂടെ നമുക്ക് അറിവുകൾ നേടാൻ പറ്റും. ഇത്തരത്തിൽ ഒരുപാട് മേഖലയിലൂടെ നമുക്ക് ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരുപാട് അറിവുകൾ നേടാൻ സാധിക്കും. അറിവുള്ള വ്യക്തിക്ക് വിശ്വാസം വരുന്നുള്ളൂ. കാരണം അറിവിലൂടെയാണ് വിശ്വാസം വരുന്നത്. സോ അറിവും വിശ്വാസവും ഒരേ നാണയത്തിന്റെ 2 വശങ്ങളാണ്. സോ ഈ 2 കാര്യങ്ങളും ബിലീഫിൽ ഉൾപ്പെടുത്തിയത് വളരെ ശ്രദ്ധേയമാണ്. സോ സീരിയസ്ലി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരു വലിയ അറിവ് നമുക്ക് നൽകണം. അതിലൂടെ നമ്മളെ മനസ്സിലേക്ക് വിശ്വാസം വരണം, ഇൻഡസ്ട്രിയെ കുറിച്ച് വിശ്വാസം വരണം. സെക്കൻഡ് വണ്, നമ്മൾ ചെയ്യുന്ന കമ്പനി നമുക്കറിയാൻ പറ്റും, GTSലൊക്കെ വളരെ വിശാലമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് 6 ക്വാളിറ്റീസ് ഒരേ തട്ടിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഇന്ത്യയിലെ തന്നെ നമ്പർ 1 കമ്പനിയാണ്. അഹങ്കാരത്തോടു കൂടി തന്നെ നമുക്ക് പറയാൻ പറ്റും, അന്തസ്സോട് കൂടി പറയാൻ പറ്റും, ഇന്ത്യയിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി. സോ കമ്പനിയുള്ള വിശ്വാസമാണ് രണ്ടാമതായിട്ട് നിങ്ങൾക്ക് വേണ്ടത്. കമ്പനിയെ കുറിച്ച് അറിവ് വേണം, വിശ്വാസം വേണം. എവിടെയും പറയുന്നത് കമ്പനിയെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്കറിയാൻ പറ്റും, ഇന്ന് ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് അറിവുകൾ നേടിയ പല ലീഡേഴ്സും പങ്കെടുക്കുന്ന പ്രോഗ്രാമിന് വരാൻ പോകുന്ന GTS ശനിയാഴ്ച വരുന്നുണ്ട്.
ഇതിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മൈ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും മാനേജ്മെന്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഇതിന്റെ സക്സസിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. അതിലൂടെ നമുക്ക് വിശ്വാസം നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ സാധിക്കുന്നുണ്ടാവും. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത് രണ്ടാമത്തെ വിശ്വാസം നിങ്ങൾ വേണ്ടത് കമ്പനിയെ കുറിച്ചുള്ള വിശ്വാസമാണ്. എന്താണ് കമ്പനി, എന്താണ് മാനേജ്മെന്റ്, എന്താണ് ഈ മാനേജ്മെന്റ് പവർ, എന്താണ് ഈ കമ്പനിയുടെ സിസ്റ്റത്തിന്റെ പവർ, ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു അറിവ് നിങ്ങൾക്ക് വേണം. അതിലൂടെ കമ്പനിയുടെ ഒരു വിശ്വാസം നിങ്ങൾക്ക് വേണം. മൂന്നാമതായിട്ട് പറയുന്നത് സക്സസ്ഫുള്ളി ഗ്ലോബൽ. നമുക്കറിയാൻ പറ്റും കമ്പനി ഓക്കെ, എല്ലാം ഓക്കെ, പക്ഷെ നമ്മളെ നയിക്കാൻ, നമ്മളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഓർഗനൈസേഷൻ, ഒരു സിസ്റ്റം നമുക്ക് വേണം. അതാണ് ഇന്ന് നമ്മളൊക്കെ സ്വകാര്യ അഹങ്കാരമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന സക്സസ് ബറി ഗ്ലോബൽ എന്ന് പറയുന്ന SBG. ഈ SBGയെ കുറിച്ച് നല്ലൊരു അറിവും വിശ്വാസവും നമുക്ക് വേണം. സക്സസ് ബറി ഗ്ലോബൽ ഓരോ സിസ്റ്റം പറയുന്ന സമയത്തും നമ്മുടെ തന്നിഷ്ടം പ്രവർത്തിക്കാതെ ഈ സിസ്റ്റത്തിലൂടെ 100% നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം. ആ സമയത്താണ് നമുക്ക് ഇതിലൂടെ വിശ്വാസം വരുന്നത്, അതിലൂടെയാണ് നമുക്ക് സക്സസ് വരുന്നത്. സീരിയസ്ലി മൂന്നാമത്തെ വിശ്വാസം വേണ്ടത് സക്സസ് ബറി ഗ്ലോബലിലുള്ള അറിവും വിശ്വാസവും പ്രധാനമാണ്. ദെൻ ഫോർത്ത് വൺ, വിശ്വാസത്തിന്റെ കാര്യങ്ങൾക്ക് സമയത്ത് നാലാമതായിട്ട് നമുക്ക് വിശ്വാസം വേണ്ടത് പ്രോഡക്റ്റിലുള്ള വിശ്വാസമാണ്. പ്രൊഡക്റ്റുകൾ എന്താണ്, പ്രോഡക്ട്സ് എന്താണ്, പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റീസ് എന്താണ്, പ്രൊഡക്റ്റിന്റെ റിസൾട്ട് അല്ലെ, എത്രത്തോളം വാല്യൂ ഉണ്ട് ഈ പ്രൊഡക്റ്റിന്, ഇത് എത്രത്തോളം നമുക്ക് നീഡാണ് അല്ലെങ്കിൽ അത്യാവശ്യമാണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയേണ്ടത്. പ്രൊഡക്റ്റിലുള്ള വിശ്വാസം നമുക്ക് വരണമെങ്കിൽ ആദ്യം വേണ്ടത് കമ്പനിയുടെ മോട്ടോ നമുക്കറിയാൻ പറ്റും, യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ്. 5 ഫിംഗേഴ്സ് മെത്തേഡിൽ നാലാമത്തെ ഘടകമായിട്ട് എണ്ണിയതും ഇന്ന് യൂസ് ദ പ്രൊഡക്റ്റ് ആൻഡ് ദ റെക്കമെൻഡ് ദ പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണം, കാരണം നമുക്ക് ആരോഗ്യം വേണം. നമ്മൾക്ക് സാധാരണ ചൊല്ലുണ്ട്, നമ്മൾ ഒരു കഴുതയെ പോലെ ആകരുത് അല്ലെ. കഴുതയുടെ മുകളിൽ നമ്മുടെ വിജ്ഞാനകോശങ്ങളൊക്കെ ഏറ്റി പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ ചുമട് ഏറ്റുന്ന ഒരു കഴുതയെ പോലെ ആവരുത് നമ്മൾ ഒരിക്കലും. കാരണം ഒരുപാട് അറിവുകളുണ്ട്, പക്ഷെ ഇത് എവിടെ ഉപയോഗിക്കണമെന്ന് നമുക്കറിയാത്ത ഒരു മട്ടും ഭാവത്തിലേക്ക് നമ്മൾ മാറിപ്പോകരുത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റീസ് ഉൽപ്പന്നങ്ങൾ നമ്മുടെ കൈകളിലുണ്ട്. ഇന്നലെ നമ്മുടെ ഗ്രേറ്റ് ലീഡർ ആയിഷ മാഡത്തിന്റെ ചെറിയ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, മാഡത്തിന് 3 മാസങ്ങളായി ഏകദേശം തൊണ്ടയിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു കഴുത്തിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു മുഴ വന്നിരുന്നു. അത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ 95 ഡയലക്ട്രിക് സ്പൈറലിനെ പോലത്തെ ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിച്ചു. ഒരു 3 മാസം കൊണ്ട് ഒരു 90% അതിന്റെ മാറ്റത്തിലേക്ക് വന്നു. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ട് സംസാരിക്കാൻ കഴിയുന്നത്. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ അനുഭൂതിയാണ്, ഏറ്റവും കൂടുതൽ സന്തോഷമാണ്. നമ്മുടെ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇത്രയും നല്ല പവർ ഉണ്ടെന്ന് അറിയുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. ഒരിക്കലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്ന് ഉപയോഗിക്കേണ്ടതല്ല നമ്മളെ പ്രൊഡക്ട്സ്. കാരണം നമുക്കറിയാൻ പറ്റും, നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് വെൽനെസ് ആണ്, അതിലാണ് റീഗ വരുന്നത്. നിങ്ങളുടെ ആരോഗ്യത്തെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ആരോഗ്യം നഷ്ടപ്പെട്ടതിന് ശേഷം ചികിത്സിക്കുന്ന രീതിയിലേക്കല്ല ഉൽപ്പന്നങ്ങൾ മാറ്റേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിത്യോപയോഗ വസ്തുക്കയായിട്ട് നിങ്ങൾ ഉൽപ്പന്നങ്ങൾ ഡെയിലി റൂട്ടീനായിട്ട് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. അവിടെയാണ് ഉൽപ്പന്നങ്ങളിലുള്ള വിശ്വാസം നമുക്ക് വരുന്നത്. കാരണം തന്നിലുള്ള വിശ്വാസം തനിക്ക് വന്നാൽ മറ്റാരേക്കാളും വിശ്വസിപ്പിക്കാൻ കഴിയുന്നത് നമ്മളെ തന്നെയാണ്. അതുകൊണ്ട് നമ്മളിലാണ് ആദ്യമായിട്ട് വിശ്വാസം വരേണ്ടത്. അത് തന്നെയാണ് 5ാമത്തെ വിശ്വാസത്തിന്റെ ഘടകം എന്ന സമയത്ത് 5th വണ് സെൽഫ് ബിലീഫാണ്, സ്വയമുള്ള വിശ്വാസമാണ്. നമുക്ക് സ്വന്തത്തിൽ വിശ്വാസമാണ്. പല ആളുകളുടെയും പ്രശ്നം ഈ ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, അതിനുള്ള എക്സ്ക്യൂസ് എന്ന് പറയുന്നത് സ്വയം വിശ്വാസക്കുറവാണ് അല്ലെ. സെൽഫ് കോൺഫിഡൻസിന്റെ കുറവാണ്. സ്വയം ഒരു ആത്മവിശ്വാസമില്ല, അല്ലെങ്കിൽ ആത്മധൈര്യമില്ല, ഒരു കറേജ് ഇല്ല. എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ, എനിക്ക് തന്നെ വിശ്വാസമില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ ഇന്നാലിന്റെ തറവാടാണ്, ഞാൻ ഇന്നാലിന്റെ കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന ജോലി അതായിരുന്നു, എനിക്കൊരിക്കലും 50,000 രൂപ വരുമാനം കിട്ടില്ല എന്ന് നമുക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ വിശ്വാസമില്ല. ഞാൻ ജസ്റ്റ് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്, എന്റെ പേര് സ്ഥലമൊക്കെ പറയാൻ മറന്നുപോയി, എങ്കിൽ കൂടി അറിയുന്ന ആളുകളാണ് ഇതിൽ കൂടുതൽ ആളുകൾ, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മളെ എന്താ പറയാറുണ്ട്, എന്താ പറയാ, വെളിച്ചപ്പാടിന് എല്ലാവർക്കും അറിയാം, വെളിച്ചപ്പാടിന് അറിയില്ല എന്ന പോലെ തന്നെ നമുക്ക് മാഷാ അല്ലാ, ഞാൻ പറയാം, എന്റെ പേര് ജുനൈദ് എന്നാണ്, സ്ഥലം വെങ്ങാടാണ്. ഞാനൊരു സ്റ്റുഡന്റ് ആയിരുന്നു. ഈ ഒരു ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് നോർമൽ ഞാൻ സാധാരണ പഠിച്ചുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റം ആയിരുന്നു. ടീച്ചിങ് ഫീൽഡിലേക്കും അതുപോലെ തന്നെ മറ്റു ഇതര മേഖലയിലേക്കും വർക്ക് ചെയ്യുന്ന പേരുടെ സാലറി മാക്സിമം ഞാൻ കണ്ടുകൊണ്ടിരുന്നത് 75,000 ആയിരുന്നു, അല്ലെങ്കിൽ 1 lakh, അറ്റ്ലീസ്റ്റ് 1 lakh. അപ്പൊ അതിലേക്ക് അപ്പുറം ഒരു വരുമാനം കിട്ടുന്ന രീതിയിലേക്ക് എന്നെ കൊണ്ട് ചിന്തിക്കാൻ സാധിച്ചിരുന്നില്ല. അത് തന്നെ ഏറ്റവും നല്ല ടോപ്പ് റാങ്കേഴ്സിന്റെ ഒരു വരുമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ടൊരു കാർ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു വിശ്വാസം എനിക്ക് കുറവായിരുന്നു.
എന്റെ ലീഡർമാരുടെ അകമഴിഞ്ഞ സാന്നിധ്യവും അതുപോലെ തന്നെ രാപ്പകൽ അന്തിയോളം അവരെന്റെ കൂടെ കൂടി എന്നെ പുഷ് ചെയ്തുകൊണ്ട് തന്നെ എന്നെ ഒരുപാട് ഡ്രീം കാണാൻ പഠിപ്പിച്ചു. ഇതിലൂടെ എനിക്ക് ഈ ബിസിനസ്സിലൂടെ 2 കാർ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. കാറ് മാത്രമല്ല, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്റെ കോൺഫിഡൻസ് ലെവൽ എനിക്ക് ഉയർത്താൻ സാധിച്ചു. നമുക്ക് എല്ലാവർക്കും എല്ലാ കാര്യങ്ങൾക്കും കഴിയും, സാധ്യമാണ്. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ നമ്മുടെ ലീഡർമാരുമായിട്ട് നമ്മുടെ അസോസിയേഷൻ മാറ്റണം. നമ്മുടെ നെഗറ്റീവ് പറയുന്ന, നമ്മളെ താഴോട്ട് വലിക്കുന്ന, അല്ലെങ്കിൽ ഇന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മുഖത്ത് നോക്കി ആക്ഷേപിക്കുന്ന ആളുകളിൽ നിന്നും നിങ്ങൾ അകന്നു മാറണം. കൊറോണയേക്കാളും, ഞാൻ ഇന്നും രാവിലെ സെഷനിൽ പറഞ്ഞ സംഭവമാണ്, കൊറോണക്ക് 5 മീറ്റർ അകലം പാലിക്കാന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആളുകളിൽ നിന്ന്, നെഗറ്റീവ് ചിന്തിക്കുന്ന ആളുകളിൽ നിന്ന്, നെഗറ്റീവ് പാസ് ചെയ്യുന്ന ആളുകളിൽ നിന്ന്, നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന കുടുംബക്കാരിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും നിങ്ങളുടെ അയൽവാസികളിൽ നിന്നും 50 മീറ്റർ എങ്കിലും മിനിമം തവണം അകലം പാലിക്കണം. 50 മീറ്റർ എങ്കിലും അകലം പാലിക്കണം. കാരണം അവർ അടുത്താൽ കൊറോണയേക്കാൾ വൈറസാണ്. സോ സീരിയസ്ലി നമ്മുടെ വിശ്വാസത്തെ തകർക്കുന്ന ഏറ്റവും വലിയ കാര്യം നമ്മുടെ അസോസിയേഷനാണ്. നമ്മുടെ അക്കാപ്പിച്ച് ഗതിയില്ലാത്ത ആളുകളൊക്കെ ജസ്റ്റ് മാറ്റുക. ആ രീതിയിലുള്ള പായരം, തൊള്ള തുറന്നാ പായരം, അല്ലെ, വായ തുറന്നാൽ പായരം, അങ്ങനത്തെ ആളുകൾ ജസ്റ്റ് അകലം പാലിക്കുക, എങ്കിലേ വിശ്വാസം വരുന്നുള്ളൂ. ഡ്രീം കാണുന്ന, ഡ്രീം സംസാരിക്കുന്ന, സ്വപ്നത്തെ കുറിച്ച് സംസാരിക്കുന്ന, കാറുകളെ കുറിച്ച് സംസാരിക്കുന്ന, വീടുകളെ കുറിച്ച് സംസാരിക്കുന്ന, പ്രോപ്പർട്ടിയെ കുറിച്ച് സംസാരിക്കുന്ന, ഇൻകത്തിന്റെ സ്കെയിൽ കൂട്ടുന്ന, 50 ലക്ഷം വരെ വരുമാനം, 1 കോടി വരെ വരുമാനം കിട്ടുന്ന മുബീൻ സാറെ പോലത്തെ, മനോജ് സാറെ പോലത്തെ, അല്ലെങ്കിൽ മറ്റു ലീഡർമാരെ പോലത്തെ അസോസിയേഷൻ നിങ്ങൾ വലുതാക്കുക, എങ്കിൽ നിങ്ങളുടെ വിശ്വാസം വരും. അതല്ല, ഒരു മത്തി പോലും മേടിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അതിന് പായരം പറയുന്ന ആളുകളുമായിട്ട് അസോസിയേറ്റ് ചെയ്താൽ, മൈ ഡിയേഴ്സ്, യു ആർ അട്ടോർലി ഫെയിലിയർ. നിങ്ങൾ തീർത്തും പരാജയമാണ്. ഓക്കെ, അതുകൊണ്ട് സീരിയസ്ലി നിങ്ങളെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ അസോസിയേഷൻ സെറ്റാക്കണം. നിങ്ങളുടെ അസോസിയേഷൻ അതിന് പറ്റുന്ന രീതിയിലേക്ക് മാറ്റണം. സോ നിങ്ങളുടെ വിശ്വാസമാണ്, വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 5ാമത്തെ കാര്യം. സോ ഫണ്ടമെന്റൽ ഓഫ് സക്സസിന്റെ അടിസ്ഥാന ഘടകങ്ങൾ പറയുന്ന സമയത്ത് ആദ്യമായി പറയുന്ന വിശ്വാസത്തിൽ 5 കാര്യങ്ങൾ പറഞ്ഞു. 1, ഇൻഡസ്ട്രിയെ കുറിച്ച് വിശ്വാസം വേണം, അറിവ് വേണം. 2, കമ്പനിയെ കുറിച്ച് അറിവ് വേണം, വിശ്വാസം വേണം. 3, ഓർഗനൈസേഷനെ കുറിച്ച് അറിവ് വേണം, വിശ്വാസം വേണം. 4, ഉൽപ്പന്നത്തെ കുറിച്ചുള്ള വിശ്വാസം വേണം. 5ാമത്തെ കാര്യം, നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസം വേണം, സ്വയമുള്ള വിശ്വാസം. അവിടെയാണ് നമുക്ക് എല്ലാം വരുന്നത്. അത് തന്നെയാണ് ഫണ്ടമെന്റൽസ് ഓഫ് സക്സസിലെ 2ാമത്തെ കാര്യം, ഡ്രീംസ് ആണ്. ഡ്രീംസ് വരണമെങ്കിൽ, സ്വപ്നങ്ങൾ വരണമെങ്കിൽ സ്വയം വിശ്വാസം വരണം. വിശ്വാസമുള്ള വ്യക്തിക്ക് സ്വപ്നം കാണാൻ സാധിക്കുകയുള്ളൂ. കാരണം നമ്മൾ തന്നെ സാധാരണഗതിയിൽ സ്വപ്നം കണ്ടാൽ ചിരിച്ചു പോകുന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ നമ്മളെ അസീം പ്രേംജിയൊക്കെ പറഞ്ഞത്, നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ ലക്ഷ്യവും കേട്ടാൽ ലോകർ ചിരിക്കണം, ലോക ജനത ചിരിക്കണം എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ ചിരിക്കുകയാണ്. കാരണം സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് തന്നെ കോൺഫിഡൻസ് കുറവാണ്. സാധിക്കോ, ഇല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും, അല്ലെ. സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിലൊക്കെ പറയുന്ന പോലെ തന്നെ, അതുപോലെ തന്നെ മർഫിയുടെ വാക്ക് കടമെടുത്ത് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തോട് ചോദിക്കാൻ പോലും ധൈര്യമില്ല, അല്ലെ. നമ്മൾ ചോദിക്കാൻ ധൈര്യം കാണിക്കണം. എന്തെനിക്ക് വേണം? കാർ വേണോ, ബൈക്ക് വേണോ, അല്ല വീട് വേണോ, നിങ്ങൾക്ക് എന്തൊന്നാണോ വേണ്ടത് അത് നിങ്ങൾ ദൈവത്തോട് നിങ്ങൾ ചോദിക്കാൻ ധൈര്യം കാണിക്കണം. അതിനാദ്യം വിശ്വാസം വരണം. വിശ്വാസമുള്ള വ്യക്തിക്ക് സ്വപ്നം കാണാൻ സാധിക്കുള്ളൂ. അത് തന്നെയാണ് നിങ്ങളുടെ സക്സസിന്റെ 2ാമത്തെ കാര്യമായിട്ട് ബിലീഫ് കഴിഞ്ഞാൽ എണ്ണുന്നത്. 2ാമത്തെ കാര്യം ഡ്രീംസ് ആണ്, സ്വപ്നമാണ്. നമ്മൾ പല ആളുകളും, നമ്മൾ സാധാരണ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരുപാട് എന്റെ കുടുംബത്തിലെ ആളുകൾ ചോദിക്കാറുണ്ട്, നീ എന്തിനാ പഠിക്കുന്നത് ചോദിച്ചു. സാധാരണ ഒരു ഗമയോട് കൂടി പറയും, ഞാൻ ലിറ്ററേച്ചറാണ്, BA ലിറ്ററേച്ചറാണ്, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എന്ന് പറയും. വീണ്ടും ചോദിക്കും, എന്തിനാ പഠിക്കുന്നത്, അല്ലെ. ആ ചോദ്യത്തിൽ നമുക്ക് അറിയാൻ പറ്റും ആ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്. ഇതുപോലെ നിങ്ങളുടെ പർപ്പസ് എന്താണ്? സ്വപ്നത്തിന്റെ ഫസ്റ്റ് ഘടകം പറയുന്നത് നിങ്ങൾ പർപ്പസ് ആണ്. നിങ്ങൾക്ക് ഈ ബിസിനസ് എന്തിനാണ് ചെയ്യുന്നത്? നിങ്ങളോട് ഒരു വ്യക്തി ചോദിക്കുകയാണ്, വൈ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണമെന്ന് ചോദിക്കുക. അപ്പൊ ഷുക്കൂർ സാറോട് ചോദിക്കാണ്, ഷുക്കൂർ സാറെ ഫ്രണ്ട് ചോദിക്കാണ്, എന്തിനാണ് ഈ ബിസിനസ് ചെയ്യുന്നത്? അവിടെ പറയാൻ പറ്റണം, ഞാൻ ഇന്ന കാര്യത്തിന്, ഇന്ന കാര്യം നേടാണ്, ഇന്ന സ്വപ്നങ്ങൾ നേടാൻ, ഇന്ന ലക്ഷ്യങ്ങൾ നേടാൻ എന്ന് എണ്ണി പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറണം, അല്ലെങ്കിൽ മാറ്റണം. സ്വപ്നം വേണം. അതിൽ എന്തിനാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യണത് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ആദ്യം വേണം. ആ ഒരു ബോധ്യത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സ്വപ്നം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നത് പോലെ തന്നെയാണ് ആർക്ക് വേണ്ടി ബിസിനസ് ചെയ്യുന്നത്, അല്ലെ. പല ആളുകളും അപ്ലയൻസിന് വേണ്ടി ബിസിനസ് ചെയ്യാണ്. അപ്ലയൻസ് എന്താ വിചാരിക്കുക, അപ്ലയൻസ് എന്താണ് കാണുക, അപ്ലയൻസ് എന്ത് വിചാരിക്കുക എന്ന് വിചാരിച്ച് പരിപാടിക്ക് വരുന്ന ആളുകളുണ്ട്, പ്രോഗ്രാമിന് വരുന്ന ആളുകളുണ്ട്. നോ ഐഡിയസ്, ഒരു പ്രശ്നമില്ല. കാരണം ഞങ്ങൾക്ക് അതുപോലെ തന്നെയായിരുന്നു, പിന്നീട് മാറിക്കോളും. ആർട്ടിഫിഷ്യൽ അതെങ്കിലും ചെയ്യാം, ഒന്നും ചെയ്യാൻ പറ്റാത്തവർക്ക്. ഞാൻ പറയണത്, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബിസിനസ് ചെയ്യണം, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബിസിനസ് ചെയ്യണം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ബിസിനസ് ചെയ്യണം, നിങ്ങളുടെ പേർപ്പസിന് വേണ്ടി നിങ്ങൾ ബിസിനസ് ചെയ്യണം. സോ എന്തിനു വേണ്ടി ചെയ്യുന്നു?
ആർക്ക് വേണ്ടി ചെയ്യണു, ഇതൊക്കെ ഉൾപ്പെട്ടതാണ് നമ്മുടെ ഡ്രീംസ്. സോ നിങ്ങൾ എന്തിനു വേണ്ടി ചെയ്യുന്നു, ആർക്ക് വേണ്ടി ചെയ്യുന്നു, അതേ സമയത്ത് തന്നെ എന്താണ് നിങ്ങൾ ഈ ബിസിനസ്സിലൂടെ നേടാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്, നമുക്കറിയാൻ പറ്റും. അതിനെ കൃത്യമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം, അതിനെ എഴുതി വെക്കാൻ പറ്റണം, ക്രിസ്റ്റലൈസേഷൻ ചെയ്യാൻ പറ്റണം, പിക്ചറൈസേഷൻ ചെയ്യാൻ പറ്റണം, അതിന് നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ചെയ്യാൻ സാധിക്കണം. നിങ്ങൾ കാണുന്ന സ്വപ്നത്തെ നിങ്ങൾ എന്താണോ അത് കൃത്യമായിട്ട് അത് പറയാൻ പറ്റണം. പല ആളുകളും കാറ് പറയും. ഞാൻ ഇപ്പുറത്ത് ഒരു ഡ്രീം സെഷൻ നടത്തിയ സമയത്ത് ഒരു വ്യക്തി ഒരു കാറുമായിട്ട് വന്നു. ആ കാറിന്റെ പേര് വ്യക്തിക്ക് തന്നെ അറിയില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ, നോ മാറ്റർ. ഒരു സ്റ്റാർട്ടിംഗ് ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്നു, ഒന്നുമില്ല. അപ്പൊ ആ വ്യക്തിക്ക് ആ കാറിന്റെ പേര് പോലും മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഞാൻ പറഞ്ഞു, നമുക്ക് പിന്നെ കാർ ഭ്രാന്തനായതുകൊണ്ട് ഇതൊക്കെ പഠിച്ചു വെച്ചുകൊണ്ട് ആ രീതിയിൽ സംഭവമാണ്. സോ ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തു. ഞാൻ പറയണത്, നമ്മുടെ കാറിനെ കുറിച്ച് നമുക്ക് ബോധം വേണം. ഏത് കളറ്, ഏത് ബ്രാൻഡ്, ഏത് മോഡല്, അല്ലെ? ഉദാഹരണം BMW ആണെങ്കിൽ 5 സീരീസ്, അങ്ങനെ ഒരുപാട് മോഡലുകളുണ്ട്. ഏത് മോഡല്, ഏത് കാറ്, അതിന്റെ ക്യാഷ് എത്ര, അതിന് ഓൺ റോഡ് പ്രൈസ്, കമ്പനി പ്രൈസ്, അതിന്റെ എന്തൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് അതിനെ കുറിച്ച് ഒരു പിക്ചർ ചെയ്യാൻ പറ്റണം. അത് വീടാണെങ്കിൽ അങ്ങനെ തന്നെ, എത്ര ലക്ഷം വരെ വരുന്ന വീട് എത്രയാണ്, അതിന് ബ്ലൂ പ്രിന്റ് അടക്കം നിങ്ങൾക്ക് എടുത്തു വെക്കാൻ പറ്റണം. ഈ രീതിയിൽ നിങ്ങൾ എന്താണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു പിക്ചർ വേണം. അത് ഒട്ടിച്ചു വെക്കണം. ഇപ്പൊ എന്റെ കുട്ടി, ഞാൻ വീട്ടിൽ വെച്ചിട്ട് നമ്മൾ ഫോർച്യൂണർ ബ്ലാക്ക്, എന്റെ നെക്സ്റ്റ് ജനറേഷനിലെ വണ്ടിയാണത്. ഞാൻ പറയണത്, ഈ വണ്ടി എന്റെ കുട്ടി എണീറ്റിക്കുന്ന സമയത്ത്, അങ്ങോട്ട് നോക്കുമ്പോൾ അപ്പച്ചിയെ വണ്ടി ഈ രീതിയിൽ ജസ്റ്റ് ചൂണ്ടിക്കാണിക്കും. അത് കാണിക്കാൻ ഒരു കാരണമുണ്ട്. അപ്പച്ചി തന്റെ ആണെന്ന് കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം കുട്ടി ഇപ്പൊ കാണുന്നത് എന്റെ പഞ്ചീവിയാണ്. ഞാൻ പറഞ്ഞത് എപ്പോഴും പറയുന്നുണ്ട്, ഈ രീതിയിൽ നമുക്ക് പിക്ചർ ചെയ്യാൻ പറ്റണം. കാരണം നമ്മുടെ സ്വപ്നത്തെ നമുക്ക് എന്താണെന്ന് കൃത്യമായിട്ട് അളന്നു മുറിച്ച് പറയാൻ പറ്റുന്ന സമയത്താണ് അത് നേടാൻ സാധിക്കുന്നത്. സോ നേടാൻ, നിങ്ങൾ എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു അത് നിങ്ങളുടെ സ്വപ്നത്തിൽ ഉൾപ്പെടുത്തണം. അത് എഴുതി വെക്കുക. അത് ചെറുത് മുതൽ വലിയ വരെ. ഉദാഹരണം, അൽതാഫ് സാർക്ക് എപ്പോഴും പറയാറുണ്ട്, അല്ലെ, ഞാൻ 100 സ്വപ്നങ്ങൾ എഴുതി, അല്ലെങ്കിൽ ഇത്ര സ്വപ്നങ്ങൾ എഴുതി, അതിൽ 80ഓളം 89ഓളം സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ചെറിയ ചെറിയ സ്വപ്നം മുതൽ വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് BMW ബെൻസ് മാത്രമല്ല സ്വപ്നങ്ങൾ. നിങ്ങൾ ഈ ബിസിനസ്, ഞാൻ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന സമയത്ത് എനിക്ക് 4 ജ്യേഷ്ഠന്മാരുണ്ട്, എന്റെ വാപ്പയുണ്ട്. ഇവരൊക്കെയാണ് എന്നെ എന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും എനിക്ക് നേടി തന്നിട്ടുള്ളത്. എന്റെ ഡ്രസ് ആവട്ടെ, പെരുന്നാൾ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നോമ്പ് വരുന്ന സമയത്താവട്ടെ, എല്ലാ കാര്യവും, ഈവൻ ഫിത്ർ സക്കാത്ത് വരെ കൊടുത്തിരുന്നത് എന്റെ ഫാമിലിയിലെ ഓരോ ആളുകളായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു. അന്ന് മുതൽ എന്റെ മനസ്സിലൊരു സ്വപ്നമാണ്, എനിക്ക് സ്വന്തമായിട്ട് ഒരു കൂടി ഡ്രസ്സ് വാങ്ങണം, ഒരു ഷൂ വാങ്ങണം, ഒരു ബെൽറ്റ് വാങ്ങണം. അങ്ങനെ ഓരോ കാര്യങ്ങൾ, സ്വന്തമായി ട്രിപ്പിന് പോകുന്ന സമയത്ത് പൈസ കയ്യിൽ പോക്കറ്റ് മണി ആയിട്ട് വേണം. ഇതൊക്കെ എന്റെ സ്വപ്നങ്ങളായിരുന്നു. അതുപോലെ തന്നെ എന്റെ സ്വപ്നം, ഇതിലേക്ക് വന്നതിന് പല സ്വപ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AC കാർഡ് സഞ്ചരിക്കുന്ന മുതൽ ഓരോ കാര്യങ്ങളും, ഇതൊക്കെ മെല്ലെ 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 നേടിയെടുക്കാൻ പറ്റി. ഞാൻ ഫസ്റ്റ്, എനിക്ക് ഓർമ്മയുണ്ട്, അൽതാഫ് സാർക്ക്, എന്റെ ഓരോ ലീഡർമാർക്കും, ഇസ്മാൽ സാർക്ക്, ഓരോ ലീഡർമാർക്കും ഞാൻ ഈ ബിസിനസ്സിലൂടെ ആദ്യമായിട്ട് എന്റെ ഒരു കൂടി ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് അത് ഫോട്ടോസ് ആയി വിട്ടുകൊടുത്തു. ഞാൻ പറയാൻ കാരണം, എന്റെ സ്വപ്നമായിരുന്നു. ഇതുപോലെ നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റണം. നിങ്ങൾ ഓരോ സ്വപ്നങ്ങളും, അത് ചെറുതും വലുതും ഓരോ സ്വപ്നങ്ങളും. ഇനി നിങ്ങൾക്ക് സ്വപ്നമില്ലെങ്കിൽ, നിങ്ങൾക്ക് ചെറിയ ചെറിയ മക്കളുണ്ട്, ഓലത്ത് പോയിരുന്നാൽ മതി. ഓരോ സ്വപ്നം കേട്ടപ്പോൾ നിങ്ങൾ മൈലേക്ക് ജന്മത്തിൽ നിർത്തൂല. അമ്മാതിരി സ്വപ്നം. കാരണം ഞാൻ ഒരു ഡിസ്ട്രിബ്യൂട്ടർ വീട്ടിൽ പോയ സമയത്ത് കുട്ടിന്റെ സ്വപ്നം ഫെറാരി, ബുക്കാട്ടി, ഇതൊക്കെയാണ്. ഇത് കേട്ടപ്പോ ഉമ്മാക്കനെ വണ്ടി ഏതാന്ന് അറിയില്ല. ഈ രീതിയിലുള്ള മക്കൾ നമുക്കുണ്ട്, അവരടുത്ത് പോയിരിക്കും. അവർ പറഞ്ഞ സ്വപ്നങ്ങള് എഴുതി വെക്കി. കാരണം ആ സ്വപ്നങ്ങളുണ്ട് ആളുകൾ. കാരണം കുന്നോളം കണ്ടാലേ കുഞ്ഞിക്കുരുവോളം ലഭിക്കൂ എന്ന് പണ്ടാരോ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ സ്വപ്നം വലുതാവണം. തിങ്ക് ബിഗ്, അല്ലെങ്കിൽ ഡ്രീം ബിഗ്. വലുതായ സ്വപ്നം കാണുക. അതുപോലെ തന്നെ സ്വപ്നം വേണ്ടത്, നിങ്ങൾ ഈ ബിസിനസ് നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടി എങ്ങനെ ഉപയോഗപ്പെടുത്താം, നമ്മുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി ഈ ബിസിനസ് എങ്ങനെ ഉപയോഗപ്പെടുത്താം, അതിനെ കൃത്യമായി പ്ലാൻ ചെയ്യണം. സ്വപ്നം എഴുതി വെച്ചാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ബിസിനസ്സുമായി കണക്ട് ചെയ്യിപ്പിക്കണം. അതിന് പ്ലാൻ ചെയ്യണം. ഏത് സമയത്ത് എന്ന റാങ്കിൽ എത്തുമ്പോൾ ഏത് സ്വപ്നം നേടണം, ഏത് റാങ്കിൽ എത്തുന്ന സമയത്ത് എനിക്ക് സ്വപ്നം നേടാൻ പറ്റുന്നത് എന്ന് നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ടൊരു പ്ലാനിങ് വേണം. കാരണം സ്വപ്നം മാത്രം കണ്ടാൽ പോലെ അതിനെ പ്ലാൻ ചെയ്യണം. ഏത് സമയത്ത് അതിനെ ഗോളാക്കി മാറ്റണം, ഏത് സമയത്ത് നേടണം, അതെങ്ങനെ നേടണം, ഏത് റാങ്കിൽ നേടണം, ഏത് സമയത്ത്, ആ സമയത്ത് എന്റെ ടീമിൽ എത്ര ലീഡേഴ്സ് വന്നിട്ടുണ്ടാവും. ഈ രീതിയിൽ കൃത്യമായൊരു പ്ലാന് നിങ്ങളുടെ കയ്യിൽ വേണം. അതുപോലെ തന്നെ ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ പറ്റും. അത് നമുക്ക് ഒരുപാട് ചാരിറ്റി മുതൽ ഒരുപാട് കോമൺ ഹോളി പർപ്പസുകളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ സ്വപ്നത്തിൽ ഉൾപ്പെടുത്തണം. ഇതൊക്കെ അടങ്ങിയതാണ് സ്വപ്നം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തിനു വേണ്ടി ചെയ്യുന്നു അത് സ്വപ്നമായിരിക്കണം. ആർക്ക് വേണ്ടി ചെയ്യുന്നു, എന്തൊക്കെ നേടാൻ ആഗ്രഹിക്കുന്നു, ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് ഈ ബിസിനസ്സിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം. അതേ സമയത്ത് ലക്ഷ്യബോധം വേണം. എവിടേക്ക് സഞ്ചരിക്കുന്നു, നിങ്ങൾക്കൊരു ലക്ഷ്യബോധം വേണം. നമ്മൾ സാധാരണ പറയാറുണ്ട്, ബോർഡ് വെച്ച ബസ്സിലെ ആള് കയറുന്നുള്ളൂ. ബോർഡ് വെക്കാത്ത ബസ് സ്വാഭാവികമായിട്ട് വർക്ക്ഷോപ്പിലേക്ക് പോകുന്ന ബസ്സാണ്. അപ്പൊ ബോർഡ് വെച്ച ബസ്സായിരിക്കണം. നിങ്ങളുടെ ബസ്സിലേക്ക് ആളുകൾ കയറാൻ തോന്നണം. നിങ്ങളെ കാണുന്ന സമയത്ത്, നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടർക്ക്, നിങ്ങൾ കാണുന്ന പ്രോസ്പെക്ടിന് കാണുന്ന ഇയാളെ കൂടെ കൂടിയാലും ജയിക്കും.
എന്ന് നിങ്ങൾക്ക് തോന്നണം. കാരണം നാളെയുടെ നെറ്റ്വർക്കിന്റെ ലോകം എന്ന് പറയുന്നത് നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ട് ആളുകൾ, തലപ്പുകന്ന് ചിന്തിക്കുന്ന ആളുകളൊക്കെ വരുന്ന ഒരു ലോകമാണ്. വെൽനെസ്സിന് ഇഷ്ടപ്പെടുന്ന അതിന്റെ രീതിയിൽ പഠിക്കുന്ന ആളുകളാണ്. അവരെ മുമ്പിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റണം. റിയലി പ്രൗഡാണ്, കാരണം നമ്മളൊക്കെ പ്രൗഡാണ്. കാരണം അതിന് പറ്റുന്ന നല്ലൊരു സിസ്റ്റത്തിനോട് കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത്. സക്സസ് ബ്രേക്ക് ഗ്ലോബൽ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രൊഫഷണൽ ആയിട്ട് ഏതൊരു വ്യക്തിക്ക് മുമ്പിലും നമ്മൾ ബിസിനസ് എടുത്തു കാണിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഈ ഓർഗനൈസേഷൻ നമ്മൾ വളർത്തിയിട്ടുള്ളത്. സോ വൺസ് അഗൈൻ നമ്മളൊക്കെ പ്രൗഡാണ് ഈ ഓർഗനൈസേഷൻ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്. കാരണം പുറത്തു പോയിട്ട് മൈലേഫ് പറയുന്ന സമയത്തൊക്കെ പല ആളുകളുടെ നെഗറ്റീവ് കമന്റ് ഒക്കെ കേൾക്കുന്ന സമയത്ത് ഒറ്റ കാര്യം ചിന്തിക്കുന്നുള്ളൂ, നമ്മളൊക്കെ ആത്മാഭിമാനത്തോട് കൂടി കിട്ടുന്നത് കാത്തു സൂക്ഷിക്കുന്ന ഓർഗനൈസേഷൻ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നും ഒരാളെ മുമ്പിൽ പോലും തല കുനിക്കാൻ ഗതി വരാതിരുന്നത്. എല്ലാ മുമ്പിലും തല പൊക്കിക്കൊണ്ട് നെഞ്ചു വിരിച്ചുകൊണ്ട് മൈ ലൈഫിനെ പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നത്. കാരണം ആ രീതിയിൽ നമ്മൾ വളർന്നിട്ടുണ്ട്. അതിന് പറ്റുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, സിസ്റ്റം ഉണ്ട്, മുറുകെ പിടിക്കുക. അപ്പൊ ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറണം. ഇതാണ് സ്വപ്നത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങൾ. സോ ബിലീഫ് വേണം. രണ്ടാമത് കാര്യങ്ങൾ വിജയിക്കണമെങ്കിൽ സ്വപ്നം വേണം, ഡ്രീം വേണം. ഇത് രണ്ടും പോരാ. ഇനിയാണ് പ്രധാനപ്പെട്ട കാര്യം, അല്ലെ? നമുക്കൊക്കെ പ്രശ്നം എവിടെയെന്ന് വെച്ചാല് ഈ മൂന്നാമത്തെ കാര്യത്തിലാണ്. പലർക്കും ചില ആൾക്ക് പ്രശ്നം രണ്ടാമത്തെ കാര്യത്തിലാണ്, ചിലർക്ക് പ്രശ്നം ഒന്നാമത്തെ കാര്യത്തിലാണ്. വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. പല പ്രശ്നമുണ്ടാവും. പക്ഷെ ഈ മൂന്ന് കാര്യങ്ങളും ഏകോപിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏകീകരിക്കുന്ന സമയത്താണ്, ഒരുമിച്ച് നിൽക്കുന്ന സമയത്താണ് യഥാർത്ഥ സക്സസ് നിങ്ങൾ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ കാര്യം ആക്ഷൻ ആണ്, പ്രവർത്തനമാണ്, അല്ലെ? കർമ്മ ഭരിതനായിരിക്കുക. നിങ്ങൾ ഒരിക്കലും പ്രവർത്തനമില്ലാത്ത, സ്വപ്നം മാത്രം കാണുന്ന അല്ലെങ്കിൽ വിശ്വാസത്തോടു കൂടി ഒരുപാട് ക്ലാസ്സുകൾ എടുക്കുന്ന ആളുകളെ മാറരുത്. ഓരോ ദിവസവും നമുക്കറിയാൻ പറ്റും 007 അല്ലേ മൂന്നാമത്തെ കാര്യമായി പറയുന്നു, ഡു ഡെയിലി ആക്ടിവിറ്റീസ് ഓർ ഡു വീക്ക്ലി ആക്ടിവിറ്റീസ്. ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും ചെയ്യേണ്ട വർക്കുകൾ നമ്മൾ ചെയ്യണം. അത് ജോയിനിങ് ആവാം, പ്രൊഡക്റ്റ് സെല്ലിംഗ് ആവാം, ഫോളോ അപ്പ് ആവാം, ക്ലോസിംഗ് ആവാം, ഈവൻ ഹോം മീറ്റിംഗുകളാവാം, അതേസമയത്ത് തന്നെ മറ്റു ഇതര മീറ്റിങ്ങുകളാവാം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്ഷൻ ആണ്. ആക്ഷൻ പാർട്ടിലേക്ക് എത്തിയിരിക്കുക. പല ആളുകൾക്കും ഒരു ദിവസം വർക്കിന് പോയാൽ 2 ദിവസം ലീവാണ്, ഇന്നലെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ ഇന്ന് അതിന്റെ റെസ്റ്റ് ആണ്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നമുക്ക് വേണ്ടി, നമ്മുടെ സ്വപ്നത്തിന് വേണ്ടി, നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യം ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, ആക്ഷൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ എന്തൊന്നാണോ നേടാൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. ആർക്കെങ്കിലും വേണ്ടിയിട്ട്. പണ്ടാരോ പറഞ്ഞതുപോലെ തന്നെ ആർക്കാനും വേണ്ടി ഓക്കാനിക്കരുത് എന്ന് പറയും പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വർക്കിന് പോകണം. ഒരാളെയും വെയിറ്റ് ചെയ്യേണ്ട. സ്വപ്നമുള്ള വ്യക്തിക്ക് ആരുടെയും ഒത്താശ വേണ്ട ആവശ്യമില്ല. സിസ്റ്റം നിങ്ങളുടെ കൂടെയുണ്ട്. സീരിയസ്ലി ഗ്രൗണ്ടിൽ ഇറങ്ങി നിങ്ങളുടെ നേരെ അപ്ലൈനുമായിട്ട് ഇരുന്ന് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ അവരിൽ നിന്ന് നേടിയെടുത്ത് അതുമായിട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങി നിങ്ങൾ ടീം ബിൽഡ് ചെയ്യണം. നിങ്ങൾ ഓരോ വ്യക്തികൾക്കും നിങ്ങൾ സക്സസ് ഗ്ലോബലിനെ പരിചയപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ പ്ലാൻ കൊടുക്കാൻ. കാരണം തറവാട് വേണം. നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ പേരും കാരണം പറയും, നമ്മൾ മഹിമ പറയും, അതുകൊണ്ട് മാത്രം വ്യക്തി ബിസിനസ്സിലേക്ക് വരണമെന്നില്ല. ആദ്യം നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് സക്സസ് ബറി ഗ്ലോബലിനെയാണ്. ഞങ്ങൾ ഇന്നാൾ ഓർഗനൈസേഷനുമായി കണക്ട് ചെയ്യുന്ന പ്രൊഫഷണൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. ഇന്നാൾ രീതിയിലൊക്കെ ഓർഗനൈസേഷൻ പോക്ക്, ഈ രീതി അവർക്ക് മനസ്സിലാവണം. അപ്പൊ നിങ്ങൾ സംസാരത്തിൽ നിന്നും കാര്യത്തിൽ നിന്നും അവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. സോ ഓർഗനൈസേഷനെ കണക്ട് ചെയ്ത് സംസാരിക്കണം. നിങ്ങൾ എന്തിനു വേണ്ടി ഈ ബിസിനസ് ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് നിങ്ങൾ വർക്ക് വരേണ്ടത്. അത് ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. ദിവസവും വർക്ക് ചെയ്യണം. ഒരു ദിവസം വർക്ക് ചെയ്തു, 2-ാമത്തെ ദിവസം വർക്ക് ചെയ്യില്ല, ആ രീതി ആവരുത്. ഡെയിലി ആക്ടിവിറ്റീസ്, അവിടെ പറഞ്ഞു ഡു ഡെയിലി ആക്ടിവിറ്റീസ്. ഓരോ ദിവസവും വർക്ക് ചെയ്യണം. അത് ഞാൻ പറഞ്ഞ ഓരോ വർക്കുകളാവാം, അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അതേ സമയത്ത് തന്നെ നിങ്ങൾ ആരോഗ്യം, നമ്മൾ ഈവൻ ഇന്ന് ലോക കോടീശ്വരമായിട്ടുള്ള ഒരുപാട് ആളുകൾ പോലും അവരൊക്കെ സ്ഥിരമായി ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ഊസിക്കും വയ്യായി അവലംബിത്തൊക്കെ വന്ന നമ്മളൊക്കെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്തെന്ന് ചോദിച്ചാൽ എക്സസൈസ് ചെയ്യണം, ഡെയിലി വ്യായാമം ചെയ്യണം. നമുക്ക് പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരം കൃത്യമായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിലുള്ള എന്ത് വേണം, ഊർജ്ജം വേണം. ഊർജ്ജം വേണമെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യണം. അപ്പൊ ഡെയിലി നിങ്ങൾ പ്രവർത്തനത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ് വ്യായാമം. കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യണം. അതേസമയത്ത് തന്നെ നമ്മുടെ ഉൽപ്പന്നം നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ കയ്യിൽ നല്ല ക്വാളിറ്റി ഉൽപ്പന്നം കിട്ടിയിട്ടും നമുക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഫോൾട്ട് മാത്രമാണ്. ഫൈറ്റോസസ് ഉപയോഗിക്കണം, വെൽ ഹാർട്ട് ഉപയോഗിക്കണം, ലിവഗൈൻ മസ്റ്റായിട്ട് ഉപയോഗിക്കണം, ഡയറക്ടോക്സ് ഒരു രക്ഷയില്ല, ഉപയോഗിച്ചേ പറ്റൂ. കാരണം വെച്ചാൽ നമ്മുടെ ഫുഡ് ആ രീതിയിലാണ്. അപ്പൊ സീരിയസ്ലി കവചപ്രാശമായിട്ട് ഒരു കാരണം വൈറൽ ഫീവേഴ്സ് ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് ഒരു പ്രിവെന്റീവ് മെത്തേഡ് സ്വീകരിക്കുന്നു? അവിടെയാണ് നമ്മുടെ തോൽവി എന്ന് പറയുന്നത്. സോ സീരിയസ്ലി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അതേസമയത്ത് തന്നെ
കാരണം നിങ്ങളുടെ ബോഡി ഒന്ന് എന്ത് ചെയ്യണം, ഉദാഹരണം സർവീസ് ചെയ്യണം. ഇപ്പൊ ഞാൻ എന്റെ വണ്ടി എടുത്തു, ഏകദേശം വീട്ടിൽ 9,000 കിലോമീറ്റർ ആയി. രണ്ടാമത്തെ സർവീസ് ചെയ്യണം. ഏകദേശം ജൂണിലാണ് വണ്ടി ഇറങ്ങിയത്, 2 മാസം കഴിയുന്നുള്ളൂ. അപ്പോൾ 2 സർവീസ് ചെയ്യണം. 2 സർവീസ് എന്ന് പറയുമ്പോൾ ടാറ്റയുടെ സർവീസ് ചാർജ് പറയുന്നത് ചുരുങ്ങിയത് 2,500 രൂപ മേലെ. ഫ്രീ സർവീസിന് പേരുണ്ട്, സർവീസ് ചാർജാണ് പറഞ്ഞത്. ഞാൻ പറയണത് നമുക്ക് വേണ്ടി 2,950 രൂപ ഒരു 95 ചെലവഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എവിടെയാണ് മൈ ഡിയേഴ്സ് നമ്മൾ കിടക്കുന്നത്? സോ സീരിയസ്ലി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാം, നമ്മുടെ ആരോഗ്യത്തിന് വേണ്ട പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച് ആരോഗ്യം ആസ്വദിക്കുക. അതേ സമയത്ത് തന്നെ നമ്മുടെ ഓരോ വീക്കിലി, മന്ത്ലി, ഡെയിലി പ്ലാനിങ് നമ്മുടെ കയ്യിൽ വേണം. വർക്ക് നടക്കുന്ന സമയത്ത് കൃത്യമായ പ്ലാനിങ് നമ്മുടെ കയ്യിൽ വേണം. ഇന്ന് എന്ത് ചെയ്യണം, ഈ ആഴ്ച എത്ര ക്ലോസ് ചെയ്യണം, ഈ ആഴ്ച എത്ര വരുമാനം നേടണം, ഈ ആഴ്ച എത്ര ആൾക്ക് വരുമാനം നേടിക്കൊടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു ചിട്ടയായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് വേണ്ടത്. അതിന് വേണ്ടത് ചിട്ടയായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം, ഒരു ചിട്ട വേണം. സോ സീരിയസ്ലി ഒരു പ്ലാനിങ് നിങ്ങളുടെ കയ്യിൽ നിന്ന് മസ്റ്റാണ്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് നിങ്ങളോട് ചോദിക്കണം. ഉദാഹരണം, നിങ്ങൾ ലീഡറിനെ വിളിക്കാൻ, അപ്ലൈ വിളിക്കാണ്, അല്ലെ, എന്താണെന്ന് വർക്ക് ചെയ്ത് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എവിടെയാണെന്ന് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഈ ആഴ്ചയിൽ ക്ലോസിംഗിന്റെ അവസ്ഥ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റണം. അവിടെ എന്ത് പറയരുത്, ഒറ്റ മിനിറ്റ് ഞാൻ വിളിച്ചോട്ടെ, താഴത്തേക്ക് വിളിച്ചോട്ടെ, അല്ലെ, നമ്മൾ നേരെ വിളിക്കൽ കൊടുക്കാണ്, ഡൗൺലൈൻസിന് വിളിക്കും, അല്ലെങ്കിൽ അവിടുന്ന് ക്ലോസിംഗ് ഉണ്ട്, ഇവിടുന്ന് ക്ലോസിംഗ് ഉണ്ട്. അതല്ല, നിങ്ങൾക്ക് പറയാൻ പറ്റണം എവിടെയാണ് ക്ലോസിംഗ് നടക്കേണ്ടത്, എവിടെയാണ് വർക്ക് നടക്കേണ്ടത്, അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എണ്ണിയിട്ട് പറയാൻ പറ്റണം. സോ ആ രീതിയിലുള്ള ഒരു ആക്ഷൻ നിങ്ങൾ വരേണ്ടത്. അതേ സമയത്ത് തന്നെ ആഴ്ചയിൽ നിങ്ങൾ എല്ലാ ആളുകളും മിനിമം ഒരു GTS പങ്കെടുക്കണം. അതെവിടെയാവട്ടെ, കണ്ണൂരാവട്ടെ, കാസർഗോഡാവട്ടെ, കോഴിക്കോടാവട്ടെ, തൃശ്ശൂരാവട്ടെ, മലപ്പുറമാവട്ടെ, പാലക്കാടാവട്ടെ, എനി ഡിസ്ട്രിക്ട്, അവിടെ നിങ്ങൾ ജസ്റ്റ് പങ്കെടുക്കണം. എന്നിട്ട് നിങ്ങളെ ഊർജം നിങ്ങൾ എടുക്കണം. പല ആളുകളും പ്രശ്നം വെച്ചാൽ, സാറേ പറഞ്ഞ തന്നെയല്ല പറയാൻ. ഞാൻ ചോദിക്കണത്, പറഞ്ഞ തന്നെയല്ലേ കേൾക്കാനെന്ന് പറഞ്ഞത് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ, ഇത് തന്നെ കേട്ട് 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 ലക്ഷങ്ങൾ വരുമാനം വാങ്ങുന്ന ഒരു പറ്റം ലീഡേഴ്സ് നമുക്കുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത്, അവർ ലക്ഷ്യത്തിന്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് അവർ GTS പങ്കെടുത്തിരുന്നു. സീരിയസ്ലി വീക്ക്ലി ഫംഗ്ഷൻസ് ആരും മിസ്സാക്കരുത്. ഇൻഷാല്ലാ നമ്മൾ ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഏറ്റവും നല്ല GTS ആണ്, പവർഫുൾ GTS ആണ് മലപ്പുറം GTS. മലപ്പുറം GTS എല്ലാവരും ഒരു GTS ഒന്നും എവിടെയും വളർന്നിട്ടില്ല. കാരണം മലപ്പുറത്ത് വരാൻ താമസിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ വരുന്ന സമയത്ത് കോഴിക്കോട് മീറ്റിംഗ് ഉണ്ടായിരുന്നു, പക്ഷെ കോഴിക്കോട് നിന്ന് ഒന്നുമല്ലാന്ന് മനസ്സിലായത് മലപ്പുറത്ത് GTS വന്ന സമയത്താണ്. പക്ഷെ ഞാൻ പറയണത്, ഈ മലപ്പുറം GTSന് നെക്സ്റ്റ് വരാൻ പോകുന്നത് നമ്മുടെ ബെല്ലി സാറാണ്, ITC ആണ്. അതേ സമയത്ത് ക്രൗഡ് ആയിരിക്കും. 2:30 വന്ന 2 ടീമുകൾക്ക് പ്രൊമോട്ടിങ് പോലെ തന്നെ 2:30 അവിടെ എത്തിയ സീറ്റ് കിട്ടും, ഇല്ലെങ്കിൽ നഖം വെക്കാൻ പോലും കാല് വെക്കാൻ പോലും സ്ഥലം കിട്ടില്ല. ആ രീതിയിൽ ക്രൗഡ് ആവും. സോ സീരിയസ് മനസ്സിലാക്കേണ്ടത്, നമ്മൾ വന്നാലും വന്നില്ലെങ്കിലും വീക്ക്ലി ഫംഗ്ഷൻസ് നടക്കുന്നുണ്ടെങ്കിൽ ഒരു സത്യം അവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നിങ്ങൾ എത്രയോ വൈകിയിട്ടുണ്ട്. ഗ്രൗണ്ടിൽ ആളുകൾ സജ്ജമായി നിൽക്കുന്നുണ്ട്. നിങ്ങളെക്കാൾ മുമ്പിൽ പോകുന്ന വണ്ടി ഒരിക്കലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളെ ഗ്രൗണ്ട് നിങ്ങളായിട്ട് കളയരുത്, നിങ്ങളെ മാർക്കറ്റ് നിങ്ങളായിട്ട് കളയരുത്. പിടിച്ചെടുക്കുക, അത് നിങ്ങളുടെ സ്വന്തമാക്കി മാറ്റുക, എന്നിട്ട് അവിടെ ആളുകൾ കയറ്റുക. സോ സീരിയസ്ലി ഓരോ ആഴ്ചയിലും മിനിമം GTS പങ്കെടുക്കണം. സോ ആക്ഷൻ പാർട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇതൊക്കെ ഞാൻ സൂചിപ്പിച്ചു, ഇതൊക്കെ ശ്രദ്ധിക്കാം. സോ ഫണ്ടമെന്റൽ ഓഫ് സക്സസിന്റെ 3 കാര്യം ഒന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ബിലീഫാണ്, വിശ്വാസമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡ്രീമാണ്, സ്വപ്നം വേണം. മൂന്നാമത്തെ സ്റ്റെപ്പ് ആക്ഷൻ ആണ്, പ്രവർത്തനം വേണം. ഡെയിലി പ്രവർത്തിക്കാൻ പറ്റണം. ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സമയത്ത് സക്സസ് നിങ്ങളുടെ കൈവെള്ളയിലുണ്ട്. സോ സീരിയസ്ലി ഈ 3 കാര്യം ഉൾപ്പെട്ടുകൊണ്ട് ഇന്നു മുതൽ നിങ്ങൾ തീരുമാനമെടുത്ത് ഇവിടെ നിങ്ങളുടെ ഓരോ ദിവസവും ഈ പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ ടീമിനെ വളർത്താനും നമ്മൾക്ക് ഒന്നുകൂടി മെച്ചപ്പെടുത്താനും നിങ്ങൾക്ക് തയ്യാറാവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ലെറ്റ് മീ കൺക്ലൂഡ് ഹിയർ. താങ്ക് യു ഓൾ ഓഫ് യു. ഈ പ്രോഗ്രാം ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്മകൾ വരട്ടെ, നല്ലൊരു ദിനം നേരുന്നു. താങ്ക് യു.